ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം എന്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഹൈദരാബാദിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എണീറ്റ ഉടനെ കുക്കിംഗ് ഒക്കെയാണ്. വീട്ടിലായിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ രാവിലത്തെയും പിന്നെ ഉച്ചത്തെയൊക്കെ റെഡിയാക്കുകയാണ്. അതാകുമ്പം ഗൂഗിൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ എല്ലാ പണിയും ചെയ്തു തീർക്കും. അപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ദച്ചുവിൻ്റെ പരിപാടിയുള്ളൂ. പല്ല് കെട്ടിക്കണം, ഫുഡ് കൊടുക്കണം, അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. ഫുള്ള് കുക്കിങ്ങും കഴിഞ്ഞു, കിച്ചണും ക്ലീൻ ചെയ്തു. അപ്പോൾ ഒക്കെ പല്ലേക്കാം പറയേ പറ നാണം വന്നു പറയേ പല്ലേക്കാം ഓർക്ക പിന്നെ പല്ലേക്കാൻ പോവാ. ശരി, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ദച്ചുവിന് ഫുഡ് കൊടുക്കുവാണ്. ഇവിടെ നാട്ടിലെ പോലെ ഇങ്ങനെ പുറത്തിറങ്ങിയൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഞാനിവിടെ മൊത്തം അടിച്ചു വാരുകയൊക്കെ ചെയ്തു. ഇപ്പോൾ റെസ്റ്റിന് വേണ്ടി ഇരിക്കുവാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് കുളിക്കാൻ പോകണം. കുഞ്ഞ് പപ്പീനെ ദച്ചുമോളെ കുളിപ്പിക്കണം. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഞാൻ എടുത്തില്ല. ദച്ചുമോൾക്ക് കൊടുത്ത ഉടനെ തന്നെ ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. ദച്ചുമോളും കുളിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കളിയായിരിക്കും അവള്. ഞാനവിടെ അടുത്ത് തന്നെ ഉണ്ടാകും. ഞാൻ കൊച്ചു കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൊച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അമ്മ കഴിക്കും, ഉറങ്ങും അല്ലേ. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇന്ന് ഭയങ്കര സ്നേഹം എൻ്റെ മോൾക്ക്. ഇച്ചിരി മുമ്പ് വരെ നല്ല ഭാഷയായിരുന്നു, ഇപ്പം ഭയങ്കര സ്നേഹമാണ് അച്ഛോ. അപ്പോൾ അതേ ദച്ചുവിൻ്റെ ഫുഡ് ഞാൻ എടുത്തതാണ്. അത്ര സമയം ഉച്ച അങ്ങനെ 12 കാലമായിട്ടുള്ളൂ, പക്ഷേ നല്ല ഉറക്കം വരുന്നുണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ചോറിനകത്ത് നെയ്യും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അവൾക്ക് എരിവ് പറ്റില്ല, അതുകൊണ്ട് ഞാൻ സാമ്പാറൊന്നും ഒഴിച്ചില്ല. മുട്ടയും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ചിപ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ സൈഡിൽ ചിപ്സൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതേ ദച്ചുമോള് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവളുടെ ടാബിൽ കാത്തുമൊക്കെ ഇട്ടിട്ട് ആണ് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ദച്ചുമോൾ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എഴുതാനുള്ളതൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൾ ഉറങ്ങുന്ന സമയത്ത് എഴുതി വെച്ചേക്കാം. ഞാൻ എഴുത്തൊക്കെ പാതിക്ക് നിർത്തിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഇപ്പമല്ല, വൈകുന്നേരം ഉണ്ടാക്കും. വൈകുന്നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4:30 ആകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഈവനിങ് ഫുഡ് പുറത്തുനിന്നാണ്. അപ്പം അതിന് മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അതിനുള്ള വെജിറ്റബിൾസ് അല്ല, ഓണിയനും ടൊമാറ്റോയൊക്കെ കട്ട് ചെയ്ത്. കട്ടിങ് ഒന്നും കണ്ട് നോക്കേണ്ട, എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. വലിയ ഇൻട്രസ്റ്റും ഇല്ല കുക്കിങ്ങിൽ. ഇതൊക്കെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്നതാണ്. സാധാ പോലത്തെ ഒരു ചിക്കൻ കറി. ഇതിലിപ്പോൾ ജിഞ്ചർ ഗാർലിക്കൊന്നും ഇടാതെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ദച്ചുവിനൊന്നും അധികം എരിവ് അത്ര ഇഷ്ടമല്ല, ദച്ചുവിനൊട്ടും ഇഷ്ടമല്ല.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുളക് പൊടി ഇട്ടാൽ അതിലേക്ക് പച്ചമുളകൊന്നും വേണ്ട. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. ഇതൊരു മിക്കവാറൊരു ഒപ്പിക്കൽ ചിക്കൻ കറി ആയിരിക്കും. ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് കൂട്ടി നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇത് വൈകുന്നേരം ഉണ്ടാക്കുമോ? എനിക്ക് ജസ്റ്റ് കട്ടി വെച്ചു എന്നുള്ളൂ. എന്നിട്ട് എനിക്ക് ബാക്കി എഴുതാനും പറ്റുന്നുണ്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ ഇത് വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ പാലൊക്കെ കാച്ചി ദച്ചുവിനോട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴേക്കും ദച്ചു എണീക്കുകയും ചെയ്തു. പിന്നെ അവളെ കൊണ്ട് അവൾക്ക് പാല് കാച്ചണ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുത്തിരുന്നു. ഞാൻ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് കാണിച്ചല്ലോ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാനില്ല. എനിക്കറിയാനും പാടില്ല ഉണ്ടാക്കാനൊന്നും. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. ദേ സവാള ഇട്ടിട്ടുണ്ട്. ഇത് വരട്ടിയിട്ട് വേണം ഇനി തക്കാളിയൊക്കെ ഇടാൻ. ദേ എന്നെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദച്ചുമോള് വന്നിട്ടുണ്ട് ഇവിടെ. എന്നെ ഇവിടെ ഇരുത്തു അമ്മയെന്ന് ചോദിച്ചു. അമ്മ എടുത്തരാം. ദച്ചുമോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് കാണണം അവൾക്ക് കുക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഹൈദരാബാദ് വരുമ്പോൾ എപ്പോഴും അവൾ എൻ്റെ കൂടെ ഇങ്ങനെ കിച്ചണിൽ വന്ന് ഇരിക്കും. ഞങ്ങൾ മാത്രമല്ലല്ലോ, അവൾക്ക് ബോറടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ കുക്കിങ്ങിൽ ഹെൽപ്പിന് എന്ന് വെച്ചാൽ നോക്കിയുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് അവൾ വന്ന് ഇരിക്കും. അപ്പോൾ അതേ ഞാൻ പൊടിയൊക്കെ ഇട്ടു. ടൊമാറ്റോ ഇട്ടിട്ട് പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇച്ചിരി കൂടി ഒന്ന് പൊടിമണം മാറാനുണ്ട്. അതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് വേവിക്കാം. അപ്പം ഞാൻ ദേ ചിക്കനൊക്കെ വെച്ചു മീൻസ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ദേ കോഫി കുടിക്കാം. ഞാൻ കോഫി കുടിച്ചില്ലായിരുന്നു, ചൂടാറാൻ വെച്ചേക്കുമായിരുന്നു. ദച്ചുവാവേ ഒളിച്ചേ. ദച്ചുവാവ മമ്മൻ കഴിക്കുന്നു. എന്താ കഴിക്കണേ? ഇഡ്ഡലിയും ചിക്കപ്പാപ്പും ആണോ കഴിക്കണേ? ആണോ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ വൈകിട്ട് ഒരു പാർട്ടീൻ്റെ ബർത്ത്ഡേ പാർട്ടി അല്ല, ഫുഡ് അവിടെ നിന്നായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. നെക്സ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേ ബർത്ത്ഡേ സെലിബ്രേഷനും ഗിഫ്റ്റ് പൊളിക്കലൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. പിന്നെ അതേ ഫുഡ് അടിയൊക്കെ തുടങ്ങി. പൊറോട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പ്രൈസ് എടുത്തത്. എല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിക്കുകയാണ്. കുട്ടിപ്പട്ടാളം കളിയെല്ലാം തുടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.